ഇന്ന് നമ്മൾ ഒറ്റ യൂസിൽ തന്നെ നല്ല കളർ കിട്ടുന്ന ഒരു കിടിലൻ ഫേസ് പാക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കടലമാവാണ് കേട്ടോ. ഇത് ഞാൻ വീട്ടിൽ കടല പരിപ്പ് വാങ്ങി പൊടിച്ച് വെച്ചതാണ്. പക്ഷെ നമ്മൾ പാക്കറ്റൊക്കെ വാങ്ങിയെടുക്കുമ്പോൾ നന്നായിട്ട് ചെറിയ കണ്ണിയുള്ള അരിപ്പയിൽ അരിച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര സ്ക്രാച്ച് വീഴും മുഖത്ത്. അപ്പോൾ കടലമാവിനോടൊപ്പം തന്നെ ഞാൻ വേറൊരു ബൗളിലേക്ക് 1 സ്പൂണോളം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കണം. ഇത് 2 സ്റ്റെപ്പായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ കടലമാവിലേക്ക് ഞാനിവിടെ ലിക്വിഡ് പൗഡർ ചേർത്ത് കൊടുക്കണം. ഇരട്ടി മധുരം 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളെ മുഖത്തുള്ള കലകളൊക്കെ പോകാനും കരിമങ്ങലുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. നല്ല കളറായിരിക്കും ഈ ലിക്വിഡ് പൗഡർ വെച്ച് നമ്മൾ ഫേസ് പാക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിനോടൊപ്പം തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് മുഖത്തിനൊരു നല്ലൊരു ഗ്ലോ കിട്ടുന്ന ഒരു ഐറ്റമാണ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ കടലപ്പൊടിയിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈര് ഞാനിവിടെ 2 സ്പൂണോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ തൈരും മുഖമൊക്കെ നല്ല സോഫ്റ്റ് ആവാനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ 1 സ്പൂണോളം തൈര് ഞാൻ ഗോതമ്പ് പൊടിയിലേക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആർക്കും സംശയം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ, 2 സ്റ്റെപ്പ് ചെയ്തത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് കേട്ടോ. അത് ഞാൻ സ്ക്രാപ്പ് ചെയ്ത് വെച്ചതാണ്. അത് എടുത്തതിന് ശേഷം ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഞാൻ ആദ്യം തന്നെ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യുന്ന ഫേസ് പാക്കിലേക്ക് ലിക്വിഡ് പൗഡർ ഒക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന കടലപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കണം, കുറച്ച് മാത്രം. ഇനി അതിൻ്റെ ബാക്കി ഇതുപോലെ തന്നെ ഈ ഒരു ഗോതമ്പ് പൊടി തൈരിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ആദ്യം നമ്മൾക്ക് ഇനി നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ലിക്വിഡ് പൗഡറും കടലമാവും തൈരും എല്ലാം കൂടെയുള്ള ഈ ഒരു കൂട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കണം. കോഫി പൗഡർ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. നല്ല റിസൾട്ടാണ്. നമ്മൾ ഇനിയിപ്പോൾ ഫങ്ഷനൊക്കെ വരുന്ന സമയത്തൊക്കെ ലേറ്റായി പോയിട്ടുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ തലേ ദിവസമോ അന്ന് തന്നെ നമുക്ക് കാലത്ത് തേച്ചാലും നല്ല റിസൾട്ടാണ്. അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കണം കേട്ടോ. ഒരു 5 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അതൊന്ന് നല്ലോണം എല്ലാം കൂടെ ഒന്ന് മിക്സായി നല്ല സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗോതമ്പ് പൊടിയും തൈരും ബീട്രൂട്ടിൻ്റെ ജ്യൂസും കൂടിയുള്ള ഈ ഒരു കൂട്ടും കൂടെ ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത് ചെയ്ത് ഒരു 10-20 മിനിറ്റിനുള്ളിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും. ഇത് നമുക്ക് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഒരു ദിവസം വിട്ട് നമുക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിലും മുഖമൊക്കെ നല്ല ഗ്ലോ ആവും കേട്ടോ. പിന്നെ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് ഈ ഒരു ഇതുണ്ടല്ലോ ഫേസ് പാക്ക്, ഇത് നമ്മൾ വെയിലത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ ഇത് മാത്രം ഇട്ട് കഴിഞ്ഞാലും മുഖത്തുള്ള വെയിലടിച്ച പാടൊക്കെ മാറാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് 2 ഫേസ് പാക്കും വെച്ചിട്ടാണ് നമ്മളിന്ന് എങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് മുഖത്തൊരു നല്ല ഗ്ലോ കിട്ടുന്നത്, നല്ല കളർ കിട്ടുന്നത് നോക്കാമല്ലോ. ഈ ഫേസ് പാക്ക് ഞാൻ ഇടുന്നത് വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിളക്കൊക്കെ കൊളുത്തി കഴിഞ്ഞ് അപ്പോൾ നേരത്തെ ഭസ്മം ഇട്ടതാണ് കേട്ടോ. നല്ലോണം മുഖം ഒന്ന് സാധാരണ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം. ഞാനൊന്ന് നനഞ്ഞ തുണിയിട്ട് തുടച്ചെടുത്തതാണ്. ഇനി ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ഗോതമ്പ് പൊടിയും തൈരും അതുപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ ജ്യൂസും കൂടിയുള്ള ഈ ഒരു മിശ്രിതം ഉണ്ടല്ലോ, ഇത് നമുക്ക് ആദ്യം തന്നെ മുഖത്തിട്ട് കൊടുക്കാം. ഇത് നമ്മൾ മുഖത്തിട്ട് കഴിഞ്ഞാൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്നിങ്ങനെ മുഖത്ത് വയ്ക്കണം. എന്നാലാണ് അതിന് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. ഒട്ടും സമയമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ 2 കൈ വെച്ചിട്ടാണ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് വളരെ നല്ലതാണ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്രീം ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ ഞാനിത് കണ്ണിന് ചുറ്റും ഇതുപോലെ ചെറുതായിട്ടൊന്ന് മസാജ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല എഫക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഒട്ടും സമയമില്ലാത്തവരാണെങ്കിൽ ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഡെയിലി ചെയ്താലും മതിയാവും. നമ്മൾ സാധാരണ എണ്ണയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ മുഖത്ത് തേക്കുന്ന എണ്ണയൊക്കെ തേച്ച് കൊടുക്കുന്ന പോലെ തന്നെ ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മസാജ് കൊടുത്ത് ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റോ കഴിഞ്ഞതിന് ശേഷം വെള്ളം ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഞാൻ ആദ്യത്തെയൊക്കെ ഫേസ് പാക്കിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ വെള്ളം
ഒന്ന് നനച്ച് കൊടുത്ത ശേഷം നമുക്കിതിനെ റിമൂവ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ ഏതാണ്ട് ഒരു 10 മിനിറ്റിനുള്ളിലായിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നമ്മളിതിങ്ങനെ വെള്ളം തൊട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല മാറ്റമാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. നല്ലൊരു അടിപൊളി ഫേസ് പാക്കാണ് ഞാനിപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഗോതമ്പ് പൊടിയും തൈരും ബീട്രൂട്ടൊക്കെ മിക്കവാറും എപ്പോഴും നമ്മുടെ വീട്ടിലൊക്കെ കാണില്ലേ. അപ്പോൾ ഇതുപോലെയൊക്കെ ഫേസ് പാക്ക് ഇടുമ്പോൾ നമ്മൾ ഒരു ബാൻഡ് ഇടുന്നത് നന്നായിരിക്കും. ഞാനിപ്പോൾ മുടിയൊക്കെ ഇതിൻ്റെ ഇടയിൽ പെട്ടു പോകുന്നുണ്ട് കേട്ടോ. ഞാൻ പെട്ടെന്നൊക്കെ ചെയ്തെടുക്കുമ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. അപ്പോൾ അതാ നല്ല റിസൾട്ടാണ് ഇതിന് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് വന്നിട്ടുണ്ട്. മുഖമൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഒരു ഫേസ് പാക്ക് ഇട്ട അതേ ഒരു ഇതിൽ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇനി ഇത് ചെറുതായിട്ട് അതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കാം, ഒരു ഉണങ്ങിയ തുണിയായിട്ട്. അതുപോലെ തന്നെ നമുക്കിനി സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്തെടുക്കാം. നല്ല കിഡിലും ഫേസ് പാക്കാണ് കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കി നോക്കി ഒരു തവണ ഇട്ടപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി. നമ്മളൊരു ഫങ്ഷനൊക്കെ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് വൈകുന്നേരം ഇടുമോ അല്ലെങ്കിൽ കാലത്തൊക്കെ ഇട്ടിട്ട് വൈകുന്നേരം പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിങ്ങനെ ശരിക്കും അറിയാൻ പറ്റും. മുഖത്തുള്ള ആ ഒരു ഡൾനെസ്സൊക്കെ പോയി നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അത്ര എഫക്റ്റീവാണ് കേട്ടോ. ഇതൊരു 2 ദിവസത്തിലോ അല്ലെങ്കിൽ ഒരു ദിവസം കൂടുമ്പോഴൊക്കെ നമുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാവും. നമുക്ക് സൈഡ് എഫക്റ്റ് ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ തൈര് ഉപയോഗിക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതിന് പകരം പാലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ മുഴുവനായിട്ട് നന്നായിട്ട് മുഖത്ത് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇത് നമുക്കൊരു 20 മിനിറ്റ് ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്തെടുക്കുമ്പോൾ ഇതിനൊക്കെ നല്ല കിഡിലെ റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ മുഴുവനായിട്ടും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഫേസ് പാക്ക് നന്നായിട്ട് ഇതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കുറച്ചൊന്നിങ്ങനെ ഉണങ്ങി വരുന്നുണ്ട്. ഇത്രയും ഉണങ്ങാനുള്ളൊരു സമയം കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി നേരത്തെ കാണിച്ച പോലെ തന്നെ നമ്മൾ വെള്ളം നനച്ച് കൊടുക്കണം. ഇപ്പോൾ ഏത് ഫേസ് പാക്ക് ഇടുകയാണെങ്കിലും ശരി, നന്നായിട്ട് നനച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മളിതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കരിമങ്ങല്ലുള്ളവർക്കാണെങ്കിലും അതുപോലെ പ്രത്യേകിച്ച് ടീനേജിനൊക്കെ കോളേജിലൊക്കെ പോയിട്ട് വരില്ല, അന്നേരമൊക്കെ മുഖമൊക്കെ ഭയങ്കര ഡള്ളായിട്ടിരിക്കും വെയിലും അടിച്ച്. ആ ഒരു സമയത്തൊക്കെ കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ. ഇതിൻ്റെ ഒരു വ്യത്യാസം കണ്ടില്ലേ, എക്സ്ട്രാ ലൈറ്റ് ഒന്നും ഇല്ലാതെ തന്നെ ഇത്രയും വ്യത്യാസം അറിയുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ശരിക്കും ഫേസിൻ്റെ ഓപ്പോസിറ്റ് ഒരു ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനെ ശരിക്കും അറിയാൻ പറ്റും. ഇത്രയും നല്ല കിഡിലെ റിസൾട്ടാണ് കേട്ടോ. ഈ ഫേസ് പാക്ക് നമ്മൾ കണ്ണിൻ്റെ ചുറ്റുമൊന്നും തേക്കരുത്. അപ്പോൾ അതാ ബാക്കിയുള്ള ഭാഗം കൂടെ ഞാനിതുപോലെ വെള്ളം ഒന്ന് തൊട്ട് ഒന്ന് നനച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ തുടയ്ക്കുന്ന ഭാഗം വേറെ തന്നെ അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഇൻസ്റ്റൻറ്റ് കോഫിയും അതുപോലെ തന്നെ ലിക്വിഡ് പൗഡറൊക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ടാണ് ഇതിലങ്ങനെ വലിയ കാര്യമായിട്ടുള്ള അതിശയങ്ങളൊന്നും തന്നെയില്ല. നമ്മളിതുപോലെയുള്ള ഫേസ് പാക്കൊക്കെ ഫോളോ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾക്കൊരു നല്ലൊരു കളറാണ് കിട്ടുക. അത് കയ്യിലാണെങ്കിലും കഴുത്തിലാണെങ്കിലും മുഖത്താണെങ്കിലും. എപ്പോഴും എന്നെപ്പോലെ കരിമങ്ങല് ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സോപ്പൊക്കെ മുഴുവനായിട്ടും ഒഴിവാക്കിയിട്ട് ഫേസിലൊക്കെ എപ്പോഴും ഫേസ് പാക്കൊക്കെ ഇടുന്നത് നന്നായിരിക്കും. അപ്പോൾ നല്ലൊരു ഗ്ലോ കാണുന്നില്ലേ, ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അതാ മുഖം നന്നായിട്ട് കഴുകിയെടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ക്രീമാണ് കേട്ടോ. ഇത് പൊട്ടറ്റോ വെച്ചിട്ട് ഞാൻ വീട്ടിലുണ്ടാക്കിയ ക്രീമാണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. നല്ല അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിനൊക്കെ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം. നമുക്കധികം സമയമൊന്നുമില്ല. ഈ 3 ദിവസം നല്ല അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കിടിലൻ റിസൾട്ട് കിട്ടും.